ഇപ്പോൾ ഞാൻ തയ്യൽ പഠിച്ചോടുന്ന അവിടുത്തെ ടീച്ചർ എങ്ങനെയാണെന്ന് പറഞ്ഞത്, നമ്മളെ കഴുത്തിൻ്റെ ഇറക്കുണ്ടല്ലോ അതിപ്പോൾ 3 ആണെങ്കിൽ കൈക്കുഴി 3.5 ഇഞ്ച് എടുക്കണം, അങ്ങനെയാണെന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്ക് നൈറ്റി ഞാൻ തയ്ക്കാൻ യൂട്യൂബ് നോക്കുമ്പം അവിടെ രണ്ടും ഒരേ അളവ് തന്നെ അവർ പറഞ്ഞത്. അപ്പോൾ അതിലാണ് എനിക്ക് ഡൗട്ട് വന്നത്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ. എന്നെ പഠിപ്പിച്ച ടീച്ചർ പറഞ്ഞത് തെറ്റാണ് എന്ന് പറയാൻ എനിക്ക് അർഹതയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒരു കാര്യം ഞാൻ ചോദിക്കണം കേട്ടോ. അതായത് 3 ഇഞ്ചാണ് നെക്കിനിറക്കം എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ 3.5 ഇഞ്ചാണ് ആംഹോൾ എടുക്കേണ്ടത് എന്ന് നിന്റെ ടീച്ചർ പറഞ്ഞു എന്ന് പറഞ്ഞു. അത് കുട്ടികളുടെ കണക്കായിരിക്കാം, എന്താണെന്ന് എനിക്കറിയില്ല. നീ അതേ ഫോർമുല, അതൊരു ഫോർമുല ആയിട്ടാണല്ലോ കണക്കാക്കുക. അതേ ഫോർമുല നീ നിന്റെ അളവിലേക്കൊന്ന് മാറ്റി വെച്ച് നോക്കാം. അതായത് നീ ഏകദേശം എന്താ പറയുക ഒരു 50 കണ്ട് ഹൈറ്റ് ഉണ്ടാവുന്ന വിചാരിക്കുന്ന വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. എന്നേക്കാൾ കുറച്ച് ഹൈറ്റ് കുറവായിട്ട് എനിക്ക് തോന്നിയത്. ഓക്കെ. അപ്പോൾ നീ നിന്റെ ഹൈറ്റ് വെച്ചിട്ട് നിന്റെ നെക്കിന്റെ മെഷർമെന്റ് നീ ഒന്ന് നോക്കി നോക്കാം. നിനക്ക് ഒരു 5 അല്ലെങ്കിൽ ഒരു 6 ഇഞ്ചോളം നിനക്ക് ഫ്രണ്ടിലേക്ക് നെക്കിന് ഇറക്കം വന്നു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലാത്തൊരളവാണ് അത് അല്ലേ. ഒരു 6 ഇഞ്ച് വരെ നിനക്ക് ഏത് ഡ്രസ്സിനാണെങ്കിലും, ചുരിദാറോ പർദ്ദയോ ബ്ലൗസോ ഏത് ഡ്രസ്സാണ്, ഒരു 6 ഇഞ്ച് വരെ നിനക്ക് നെക്കിന് ഇറക്കം വരാം അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 6.5 ഇഞ്ചായിരിക്കും നിന്റെ ടീച്ചർ പറഞ്ഞ അന്ന ലെവലിൽ ആംഹോൾ എടുക്കേണ്ടത് എന്നാണ് നീ ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ചിലപ്പോൾ നീ എടുക്കാറും ഉണ്ടായിരിക്കാം. അപ്പൊ നീ ഒന്ന് മാറ്റി ചിന്തിക്കാം. നിനക്ക് എല്ലാ ഡ്രസ്സിലും ഈ 6 ഇഞ്ച് തന്നെ എടുക്കല് ശരിയല്ലല്ലോ. നിനക്ക് തോന്നിയുള്ള ഒരു ബോട്ടിനൊക്കെ തയ്ക്കണം, അല്ലെങ്കിൽ ഒരു ഇപ്രാവശ്യം 6 ഇഞ്ച് എടുക്കണ്ട, ഞാനൊരു 5 ഇഞ്ച് എടുക്കാം, അല്ലെങ്കിൽ ഒരു 4 ഇഞ്ച് എടുക്കാം. എന്നിട്ട് എന്താ പറയാ, തല കൊള്ളുന്നില്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഒരു ഓപ്പൺ വെച്ച് കൊടുക്കുക, സിപ്പോ മറ്റുള്ളവർ ഓപ്പൺ ആക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ നിനക്ക് തോന്നുന്നു നീ 4 ഇഞ്ചിലൊക്കെ ഒരു 4 ഇഞ്ചൊക്കെ നിനക്ക് ചെറിയൊരു നെക്കാണ് നീ തയ്ച്ചത് എന്നുണ്ടെങ്കിൽ 4.5 ഇഞ്ച് എടുത്താൽ മതിയാവും നിന്റെ ആംഹോളിന്റെ റൗണ്ട്. അപ്പോൾ നിനക്ക് അത് ടൈറ്റ് ആവില്ല, ആംഹോൾ കൈക്കൂലി നിനക്ക് കൊള്ളൂ. അപ്പോൾ അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കണ്ട, ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയാലാണ് എല്ലാം മനസ്സിലാക്കിയെടുക്കാൻ പറ്റുള്ളൂ. എന്ത് തന്നെ ഇപ്പം ഞാൻ പഠിപ്പിച്ചു തരുന്നതാണെങ്കിലും മറ്റൊരു ടീച്ചർ പഠിപ്പിച്ചു തരുന്നതാണെങ്കിലും നമ്മൾ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയാലാണ് അതിലെ ശരിയും തെറ്റും എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അൽഹംദുലില്ലാ, മാഷാ അല്ലാ. എനിക്ക് എന്തൊക്കെയോ നിറഞ്ഞു കിട്ടിയ പോലെ മിസ് ഇന്നത്തെ ക്ലാസ്സിൽ ഭയങ്കര സന്തോഷം.